നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സമത്വം, ശാക്തീകരണം എന്ന വിഷയത്തിലാണ് ഇത്തവണ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കപ്പെടുന്നത്. ശാശ്വതമായ മാറ്റത്തിനുള്ള ഉത്തേജകമായി അടുത്ത തലമുറയെ, പ്രത്യേകിച്ച് യുവതികളെയും കൗമാരക്കാരായ പെൺകുട്ടികളെയും ശാക്തീകരിക്കുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ കേന്ദ്രബിന്ദു. ഏവർക്കും എൻ്റെ വനിതാ ദിന ആശംസകൾ. നഷ്ടത്തിലായ പൊതുമേഖലയെ സംരക്ഷിക്കാൻ മാർഗങ്ങൾ തേടി CPM സംസ്ഥാന സമ്മേളനം. സംസ്ഥാനത്ത് നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കരകയറ്റുന്നതിനായി താൽപ്പര്യമുള്ളവരുമായി ഉപാധികളുടെ ധാരണ ഉണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്. നവകേരളത്തിനായി പുതുവഴികൾ തേടുന്ന സംസ്ഥാന സമ്മേളന രേഖയിൽ പൊതുമേഖലയെ സംരക്ഷിക്കാൻ സ്വകാര്യ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ തേടാനാണ് ആലോചിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നതിനെതിരെ ശക്തമായ നിലപാടാണ് പ്രമേയത്തിലൂടെ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. CPM സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ MV ഗോവിന്ദന് വിമർശനമെന്ന് റിപ്പോർട്ടുകൾ. പദവികളെല്ലാം കണ്ണൂർക്കാർക്ക് വീതം വയ്ക്കുന്നുവെന്ന രൂക്ഷ വിമർശനമാണ് MV ഗോവിന്ദനെതിരെ ഉയർന്നത്. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കാൻ പോലും ആളില്ലാത്ത മുഖ്യമന്ത്രി ഒറ്റപ്പെടുകയാണെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. മന്ത്രിമാരുടെ പ്രവർത്തനത്തിൽ, പ്രത്യേകിച്ച് ഘടകകക്ഷി മന്ത്രിമാരുടെ കാര്യത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് അത്ര മതിപ്പില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കേരളം ബംഗാളാക്കരുതെന്ന മുന്നറിയിപ്പടക്കമുള്ള സമ്മേളന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. ആശാവർക്കർമാരുടെ സമരത്തിൽ ആരോഗ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് CPM സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. സമരക്കാരുടെ ആവശ്യങ്ങൾ നേരത്തെ ചർച്ച നടന്നിട്ടും വേണ്ടത് ചെയ്തില്ലെന്നും സമരത്തിലേക്ക് തള്ളിവിട്ട നടപടി മന്ത്രിയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്നും പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നു. PSC അംഗങ്ങളുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിൽ അനാവശ്യ തിടുക്കമുണ്ടായെന്നും ഇത് ആശാവർക്കർമാരുടെ സമരത്തിനിടയ്ക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെ ആയെന്നും വിമർശനം ഉണ്ടായി. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CPM പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാർക്കെതിരെ സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. ജില്ലാ സെക്രട്ടറിമാർ പ്രത്യേകം അഭിപ്രായം പറയുന്നുവെന്നും ഈ സ്ഥിതി ഒഴിവാക്കണമായിരുന്നുവെന്നും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ മാധ്യമങ്ങൾക്ക് വേട്ടയാടാൻ ഇട്ടുകൊടുത്തുവെന്നാണ് വിമർശനം. ട്രംപിൻ്റെ ഇറക്കുമതി താരിഫ് നയത്തിനെക്കുറിച്ചും റഷ്യ-ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്ത് പ്രമേയം പാസാക്കുന്ന CPM സംസ്ഥാന സമ്മേളനം എന്തുകൊണ്ട് കേരളത്തെ വരിഞ്ഞുമുറുക്കുന്ന ലഹരി മാഫിയയെക്കുറിച്ച് ചർച്ചയില്ലെന്ന് രമേശ് ചെന്നിത്തല. ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്നും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ഈ CPM സംസ്ഥാന സമ്മേളനമെന്നും ചെന്നിത്തല പരിഹസിച്ചു. ആശാവർക്കർമാരുടെ സമരം ശക്തമാക്കുന്നതിനിടെ കേന്ദ്ര ധനമന്ത്രിക്ക് മുന്നിൽ കേരളത്തിന് കിട്ടാനുള്ള വിഹിതത്തിൻ്റെ കണക്ക് ബോധ്യപ്പെടുത്താനാവാതെ സംസ്ഥാന സർക്കാരിൻ്റെ ദില്ലിയിലെ പ്രതിനിധി KV തോമസ്. കൂടിക്കാഴ്ചയ്ക്കെത്തിയ KV തോമസിനോട് വിശദമായ കുറിപ്പ് ഹാജരാക്കാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടു. ബുധനാഴ്ച മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം വനിതാ ദിനമായി ഇന്ന് സെക്രട്ടറി മുന്നിൽ മഹാസംഗമം സംഘടിപ്പിച്ച് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് ആശാവർക്കർമാരുടെ നീക്കം. സർവകലാശാല നിയമ ഭേദഗതി 2ാം ബില്ലിന് ഗവർണർ മുൻകൂർ അനുമതി നൽകി. കുസാറ്റ് KTU മലയാളം സർവകലാശാല നിയമ ഭേദഗതി ബില്ലിനാണ് നിയമസഭയിൽ അവതരിപ്പിക്കാൻ നേരത്തെ മുൻകൂർ അനുമതി നൽകാത്തതിൽ ഈ ബില്ലിൻ്റെ അവതരണം സർക്കാർ മാറ്റിവെച്ചിരുന്നു. ഈ മാസം 20-നായിരിക്കും ഈ ബില്ലിൻ്റെ അവതരണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിൻ്റെ 3 മാസത്തെ വാടക കുടിശ്ശികയായ 2.40 കോടി രൂപ അനുവദിച്ച ധനവകുപ്പ്. 2024 ഒക്ടോബർ മുതൽ 20 മുതൽ 2025 ജനുവരി വരെയുള്ള കുടിശ്ശികയാണ് അനുവദിച്ചത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടാണ് തുക അനുവദിച്ചത്. മാടായി കോളേജ് നിയമന വിഭാഗത്തിൽ MK രാഘവൻ MPക്കെതിരെ പ്രതിഷേധിച്ചവരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിച്ച് കണ്ണൂർ DCC. KPCC സമിതി നിർദ്ദേശത്തോടെയാണ് 8 പേരുടെ സസ്പെൻഷൻ പിൻവലിച്ചത്. ആശാവർക്കർമാരെക്കുറിച്ച് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ പ്രകോപിതനായി സംസ്ഥാന സർക്കാരിൻ്റെ ദില്ലിയിലെ പ്രതിനിധി KV തോമസ്. ആശാവർക്കർമാരുടെ സമരം മാത്രമല്ല സംസ്ഥാനത്തെ പ്രശ്നമായെന്നായിരുന്നു KV തോമസിൻ്റെ മറുപടി. സ്കൂളുകളിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നിയമനത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീംകോടതി. സംസ്ഥാനങ്ങളിലെ സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ തസ്തികകൾ 12 ആഴ്ചകളും കണ്ടെത്തി പ്രസിദ്ധീകരിക്കാനാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇവരുടെ സ്ഥിര നിയമനം സംബന്ധിച്ച് 2021 സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് ചോദ്യം ചെയ്തുള്ള കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഉത്തരവ്. ചോദിച്ച പേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബിനെ കോടതി റിമാൻഡ് ചെയ്തു. താമരശ്ശേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് MS സുരേഷൻ CEO കൂടിയായ ഷുഹൈബിനെ റിമാൻഡ് ചെയ്തത്. ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കാൻ തിങ്കളാഴ്ച പോലീസ് അപേക്ഷ നൽകും. ചോദ്യപേപ്പർ അധ്യാപകർക്ക് ചോർത്തി നൽകിയ മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂണായ അബ്ദുൽ നാസറിൻ്റെ ജാമ്യാപേക്ഷ താമരശ്ശേരി കോടതി ഇന്ന് തള്ളി. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ S നസീബാണ് പിടിയിലായത്. എക്സൈസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 300 ഗ്രാം കഞ്ചാവാണ് പ്രതിയുടെ പക്കൽ നിന്ന് കണ്ടെടുത്തത്. 1 വർഷം മുമ്പ് ഇയാൾക്കെതിരെ എക്സൈസ് കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുമായി പോലീസ് സംഘം കേരളത്തിലേക്ക് പുറപ്പെട്ടു. താനൂരിൽ നിന്ന് എത്തിയ പോലീസ് സംഘത്തോടൊപ്പമാണ് പെൺകുട്ടി ട്രെയിനിൽ നാട്ടിലേക്ക് വരുന്നത്. ഇന്ന് വൈകിട്ടോടെ പെൺകുട്ടികളെ
രക്ഷകർത്താക്കൾക്ക് അടുത്ത എത്തിക്കാനാവുമെന്ന് പ്രതീക്ഷ. അതേസമയം ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവ് ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള യാത്രയ്ക്ക് പ്രേരണ നൽകിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. താനൂരിലെ പെൺകുട്ടികളെ കാണാതെ സംഭവത്തിലെ മുംബൈയിലെ ബ്യൂട്ടി പാർലറിന്റെ റോൾ അന്വേഷണ വിധേയമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ അവിടെ നിന്ന് അറിഞ്ഞ കൃത്യമായ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. കസ്റ്റമറുടെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നതിനുള്ള അവിശ്വസനീയത കൊണ്ടാണ് അന്വേഷിച്ചത്. പൊതുജനങ്ങളുടെ ജീവനും വസ്തുവകകൾ കൃഷിക്കും സൈര ജീവിതത്തിനും ഭീഷണിയാകുന്ന പന്നികളെ കൊന്നൊടുക്കുന്നവർക്ക് നൽകുന്ന ഹോണറ്റേറിയം വർദ്ധിപ്പിച്ചു. പന്നികളെ കൊല്ലാൻ അംഗീകാരമുള്ള ഷൂട്ടർമാർക്ക് അവയെ വെടിവെച്ച് കൊലപ്പെടുത്തിയാൽ 1500 രൂപ നിരക്കിൽ ഹോണറ്റേറിയം അനുവദിക്കും. ചത്തമൃഗങ്ങളെ സംസ്കരിക്കുന്നതിന് 2000 രൂപ ചെലവഴിക്കാം. സംസ്ഥാന സവിശേഷ ദുരന്തമായി മനുഷ്യ വന്യജീവി സംഘർഷം ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇത്തരം പ്രതിരോധ നടപടികൾക്ക് വേണ്ടിവരുന്ന തുക സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ചിലവഴിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരുന്നു. മലപ്പുറം കോടൂരിൽ ബസ് ജീവനക്കാരുടെ മർദ്ദനത്തിന് പിന്നാലെ ഓട്ടോറിക്ഷ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിലെ ദൃശ്യങ്ങൾ പുറത്ത്. മലപ്പുറം മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. മർദ്ദനത്തിൽ പരിക്കേറ്റ അബ്ദുൽ ലത്തീഫ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മർദ്ദനമാണ് കാരണമെന്നാണ് കണ്ടെത്തുകയാണെങ്കിൽ കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ബസ് ജീവനക്കാർക്കെതിരെ ചുമത്തും. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട് പ്രതി അഫാനെ വിവിധ സ്ഥലങ്ങൾ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. അമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു തെളിവെടുപ്പ്. വൈകിട്ട് 4:30 പോലീസ് സംഘം അഫാനുമായി പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയത്. ആറ്റിങ്ങൽ DSP മഞ്ജുനാഥ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ കീഴിൽ വൻ പോലീസ് സുരക്ഷയോടെയായിരുന്നു തെളിവെടുപ്പ്. യുവാവിന്റെ കാല് തല്ലിയൊടിക്കാൻ കൊട്ടേഷൻ നൽകിയ സംഭവത്തിന്റെ പ്രതികൾ അറസ്റ്റിൽ. കൊട്ടേഷൻ നൽകിയ ആളെയും ഗുണ്ടാസംഘത്തെ അംഗത്തെയുമാണ് ഫാറൂഖ് പോലീസ് പിടികൂടിയത്. കരുമകൻ കാവിന് സമീപം താമസിക്കുന്ന ലിൻസിത്ത് ശ്രീനിവാസൻ എന്നയാളാണ് കൊട്ടേഷൻ നൽകിയത്. ഇയാളെയും കൊട്ടേഷൻ സംഘത്തിന്റെ ജിതൻ റൊസാരി എന്ന യുവാവിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലത്ത് CPM ഭരിക്കുന്ന സഹകരണ അർബൻ ബാങ്കിൽ വൻ ക്രമക്കേടുകൾ. ബാങ്ക് സീനിയർ അക്കൗണ്ട് മോഹനകൃഷ്ണൻ മുക്കുകൊണ്ടം പണയം വെച്ച് 40 ലക്ഷം രൂപ തട്ടി. മോഹനകൃഷ്ണനെ സസ്പെൻഡ് ചെയ്ത ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകി. മോഹനകൃഷ്ണനും CPM ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള 3 ബന്ധുക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കും വിധം പരാമർശം നടത്തിയ ചാണക്യ ന്യൂസ് TV ഉടമ അറസ്റ്റിൽ. നിലമ്പൂർ സ്വദേശി VK ബൈജു ആണ് അറസ്റ്റിലായത്. ആര്യ രാജേന്ദ്രന്റെ പരാതിയിലാണ് ഇയാൾ അറസ്റ്റിലായത്. ഉത്സവ സീസണുകളിലെ തിക്കും തിരക്കും മഹാകുംഭമേളയ്ക്കിടെയുണ്ടായ ദുരന്തവും പരിഗണിച്ച് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ പുതിയ നീക്കവുമായി റെയിൽവേ മന്ത്രാലയം. രാജ്യത്തുടനീളമുള്ള 60 റെയിൽവേ സ്റ്റേഷനിലാണ് പുതിയ തിരക്ക് നിയന്ത്രണ പദ്ധതി നടപ്പിലാക്കുക. ഈ 60 സ്റ്റേഷനുകൾ പുറത്ത് സ്ഥിരമായ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചു. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ നീക്കവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. വിഷയവുമായി ബന്ധപ്പെട്ട് കേരളമടക്കം 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയുടെ യോഗം സ്റ്റാലിൻ വിളിച്ചു. തമിഴ് വെട്രിക്കഴകം നേതാവും നടനുമായ വിജയ് ചെന്നൈയിൽ ഇഫ്താർ പാർട്ടി ഒരുക്കി. ഒരു ദിവസം റംസാൻ വ്രതം അനുഷ്ഠിച്ച താരം ഇഫ്താറിന് മുമ്പുള്ള പ്രാർത്ഥനയിലും പങ്കെടുത്തു. തൊപ്പിധരിച്ച് തൂവെള്ള വസ്ത്രധാരിയായിട്ടാണ് വിജയ് ഇഫ്താർ ചടങ്ങിന് ആതിഥ്യം വഹിച്ചത്. ഗായിക ശ്രേയ ഘോഷലിന്റെ ചിത്രങ്ങളും വാർത്തകളും ഉപയോഗിച്ച് സൈബർ തട്ടിപ്പുകൾ നടത്തുന്ന മുന്നറിയിപ്പുമായി തമിഴ്നാട് പോലീസ്. ഇത്തരം തട്ടിപ്പുകൾ കരുതിയിരിക്കണമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും തമിഴ്നാട് സൈബർ ക്രൈം പോലീസ് ആവശ്യപ്പെട്ടു. തെലങ്കാന ട്രള ദുരന്ത സ്ഥലത്ത് മനുഷ്യരീരത്തിന്റെ ഗന്ധം ലഭിച്ച 2 ഇടങ്ങൾ കണ്ടെത്തി. കേരളത്തിൽ നിന്നുള്ള കാടവാർ നായ്ക്കളെ മായിയും മർഫിയുമാണ് ഇന്നലെ രാവിലെ ടണലിനകത്ത് പരിശോധന നടത്തിയത്. ഈ 2 ഇടങ്ങളിലേക്കും മൺവെട്ടിക്കൊണ്ട് മാത്രമേ ഇന്നലെയും പരിശോധിക്കാൻ സാധിച്ചുള്ളൂ. വലിയ യന്ത്രസാമഗ്രികൾ ഇന്നലെയും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. 1 മാസമെങ്കിലും നീണ്ട ശേഷമേ ദൗത്യം അവസാനിപ്പിക്കാവൂന്ന് തെരച്ചിൽ സംഘം അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ ജാഗർ യുദ്ധവിമാനം സിസ്റ്റം തകരാർ മൂലം തകർന്നു വീണു. ഹരിയാനയിലെ പഞ്ചകുളക്കടുത്താണ് സംഭവം. പൈലറ്റ് പാരച്യൂട്ട് ഉപയോഗിച്ചു രക്ഷപ്പെട്ട്. ജനവാസ മേഖലയെ ഒഴിവാക്കിയാണ് പൈലറ്റ് യുദ്ധവിമാനത്തെ മലയിടികൾക്ക് സമീപം ഇടിച്ച് ഇറങ്ങിയത്. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ US നിന്ന് നാട് കടത്തിയ 11 ഇന്ത്യക്കാർക്ക് EDയുടെ നോട്ടീസ്. ഇന്ത്യയിൽ നിന്നും ആളുകളെ ഡെങ്കി റൂട്ടുകൾ വഴി US എത്തിക്കുന്ന ഏജന്റുമാർക്കെതിരെ അന്വേഷണത്തിന്റെ ഭാഗമാണ് ED സമൻസ് അയച്ചത്. കള്ളപ്പണം വെളുപ്പിക്കലും തടയൽ നിയമപ്രകാരം നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമാണ് ഈ നടപടി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.